പിറ്റേന്ന് രാവിലെ അനന്ത് ഉഷാറോടെ എഴുന്നേറ്റു. കുളിയും പല്ല് തേപ്പും കഴിഞ്ഞ് ഷർട്ടും ജീൻസും ഇട്ട് കണ്ണാടിന് മുമ്പിൽ നിന്നും സൗന്ദര്യം ആസ്വദിച്ചു. അനന്തുവിൻ്റെ അച്ചാച്ചൻ രാജേന്ദ്രൻ്റെ നിർബന്ധമായിരുന്നു കളരി പഠിക്കണമെന്നുള്ളത്. തൻ്റെ ചുരുണ്ടുമുടി ചീപ്പ് കൊണ്ട് ചീവിക്കൊണ്ട് താടിയിലൂടെ വിരലുകൾ ഓടിച്ച് അവൻ അടുക്കള ലക്ഷ്യമാക്കി നീങ്ങി. അടുക്കളയിലെത്തിയതും അമ്മ ദോശ ചുടുന്നു. അനിയത്തിയാണെങ്കിൽ അത് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലും. അവൻ പതിയെ അമ്മയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. അമ്മേ, എനിക്ക് ദോശ തന്നേ, വല്ലാണ്ട് വിശക്കുന്നു, അനന്തു കൊഞ്ചലോടെ പറഞ്ഞു. അയ്യടാ, ഒരില്ലാ കുട്ടി. ശിവ അവനെ നോക്കി ചുണ്ടു കൂർപ്പിച്ചു. അതിനെന്താടി പെണ്ണെ, അവനിപ്പോഴും എൻ്റെ കുഞ്ഞു തന്നെയാ. മാലതി ചിരിയോടെ ദോശയും കറിയും എടുത്ത് അനന്തുവിന് നേരെ നീട്ടി. അവൻ പതിയെ അത് ആസ്വദിച്ച് കഴിച്ച് ഉള്ളിലെ വിശപ്പിന് ശമനം വരുത്തി. കൈകൾ കഴുകി ബാഗും ബൈക്കിൻ്റെ ചാവിയുമായി പുറത്തേക്കിറങ്ങിയ അനന്തു അപ്പുറത്തെ വീട്ടിലേക്ക് ഒന്ന് പാളി നോക്കി. അവിടെ എവിടെയും അനന്തു ഇന്ദുവിനെ കാണാൻ സാധിച്ചില്ല. നിരാശയോടെ അവൻ ബൈക്കിൽ കയറി ഓൺ ചെയ്തു. ശിവ അമ്മയ്ക്ക് ടാറ്റ കൊടുത്ത് അവൻ്റെ പിന്നിൽ കയറി. രണ്ടുപേരും മാലതിക്ക് നേരെ കൈവീശി കാണിച്ചു. അനന്തു പതിയെ വണ്ടി മുന്നോട്ടെടുത്തു. റോഡിലേക്കിറങ്ങി വലത്തോട്ട് വെട്ടിച്ച് കയറുന്നതും ഇന്ദു റോഡിൻ്റെ സൈഡിൽ നിന്നും അവന് നേരെ കൈ നീട്ടി. അനന്തു ഇന്ദുവിനു സമീപം വണ്ടി നിർത്തി. ഇന്ദുവിനെ കണ്ടതും അനന്തു സന്തോഷത്തോടെ അവളെ നോക്കി. ചുവന്ന ചുരിദാറായിരുന്നു അവളുടെ വേഷം. മുൻപൊന്നുമില്ലാത്ത ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഇന്ന് ഇന്ദുവിനെ കാണാൻ. പെട്ടെന്ന് അനന്തുവിൻ്റെ മൂക്കിലേക്ക് ആ സുഗന്ധം കയറി വന്നു. ഇന്നലെ ആ പെട്ടി തുറന്നപ്പോഴുണ്ടായിരുന്ന അതേ സുഗന്ധമാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവനിൽ ഒരു നെട്ടലുണ്ടായി. എങ്കിലും അവൻ സംയമനം വീണ്ടെടുത്ത് അവൻ ഇന്ദുവിനെ കൺകുളിർക്കെ കണ്ടു. എന്താ ഇന്ദു ചേച്ചി? അനന്തു, ചേച്ചിയുടെ വീട്ടിലെ കമ്പ്യൂട്ടറിന് എന്തോ കംപ്ലൈൻറ്റ്, അതൊന്ന് നീ റിപ്പയർ ചെയ്ത് തരുമോ? ഇന്ദു അനന്തുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആ, ഞാൻ വരാമല്ലോ ചേച്ചി, ക്ലാസ് കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം എത്താം. അനന്തു, വരണേ, ചേച്ചി കാത്തിരിക്കും. ആക്സിലേറ്ററിലെ അവൻ്റെ കൈവിരലിൽ നഖങ്ങൾ താഴ്ത്തി അവനെ നോക്കി കണ്ണിറുക്കി പുറകിലുള്ള ശിവയെ നോക്കി അവൾ കൈവീശി കാണിച്ചു. അനന്തു ബൈക്ക് കോളേജ് ലക്ഷ്യമാക്കി കുതിച്ചു. രാവിലെ തന്നെ ഇന്ദു ചേച്ചിയെ ദർശനസുഖമായി കിട്ടിയത് അവൻ്റെ മനസ്സിനെ ഒരുപാട് സന്തോഷിപ്പിച്ചു. അനിയത്തെ അവളുടെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്ത് അനന്തു കോളേജിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ബൈക്ക് നിർത്തി നേരെ ക്ലാസ്സിലേക്ക് വെച്ച് പിടിച്ചു. ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ തന്നെ അവനെ കാത്തിരിക്കുന്ന സ്നേഹയും രാഹുലിനെയും അവൻ കണ്ടു. അനന്തുവിനെ കണ്ടതും ID കാർഡ് കയ്യിലിട്ട് കറക്കി ബബിൾഗം ചവച്ചുകൊണ്ട് സ്നേഹ എഴുന്നേറ്റ് നിന്ന് ചിരിച്ചു. ഡാ അനന്തൂട്ട, അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്തോ? ആകാംക്ഷയോടെ അവൾ അനന്തുവിൻ്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കി. പിന്നല്ല, അതൊക്കെ കംപ്ലീറ്റ് ആണ് മോളെ. അനന്തു അവളെ നോക്കി കണ്ണിറുക്കി. സ്നേഹ ചാടി എഴുന്നേറ്റ് സന്തോഷത്തോടെ അനന്തുവിൻ്റെ കവിളിൽ ഒന്ന് ചുംബിച്ചു. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. രാഹുൽ തൻ്റെ സ്പെക്സ് ശരിയാക്കി വെച്ച് ഒരു ബുജ്ജിഭാവത്തിൽ അവൻ്റെ അടുത്തേക്ക് വന്ന് ബാഗിൽ പരതി അസൈൻമെൻറ്റ് പുറത്തെടുത്ത് സ്നേഹയെ കാണിച്ചു. കിട്ടി മോളെ, രാഹുൽ സ്നേഹയെ നോക്കി അലറി. രണ്ടുപേരും ആഹ്ലാദത്തോടെ ബെഞ്ചിലിരുന്ന് അനന്തുവിൻ്റെ അസൈൻമെൻറ്റ് നോക്കി പകർത്തി എഴുതാൻ തുടങ്ങി. എന്നാൽ അനന്തുവിൻ്റെ കണ്ണുകൾ സ്നേഹയിലായിരുന്നു. ജീവിതത്തിൽ ആദ്യമായാണ് സ്നേഹയെ മറ്റൊരു കണ്ണിലൂടെ അവൻ കാണുന്നത്. എന്താണോ എനിക്ക് പറ്റിയതെന്നോർത്ത് അനന്തു തല ചൊറിഞ്ഞുകൊണ്ട് സ്നേഹയുടെ സമീപം വന്നിരുന്നു. പെട്ടെന്ന് ക്ലാസ് ടീച്ചർ വന്നതിനാൽ അവൻ പഠിത്തത്തിൽ മുഴുകി. ബ്രേക്കിൻ്റെ സമയത്ത് സ്നേഹയും അനന്തവും രാഹുലും മരച്ചോട്ടിലിരുന്ന് അവിടെയുള്ള കിളികളുടെ സെൻസസ് എടുക്കാൻ തുടങ്ങി. അനന്തൂട്ട, ഫസ്റ്റ് ഇയറിലെ ആ പെണ്ണില്ലേ നയന, അവൾക്ക് നിന്നെ നല്ല നോട്ടം ഉണ്ട് കേട്ടോ. ആൺകിളികളെ സ്കാൻ ചെയ്യുന്നതിനിടയിൽ സ്നേഹ എന്തോ ഓർത്ത പോലെ പറഞ്ഞു. ഏത്, ആ കണ്ണട വെച്ചിട്ടുള്ള പെണ്ണാണോ? രാഹുൽ അവളെ ചോദ്യഭാവേന നോക്കി. ആ അതേന്നേ. നീ എന്താ ഒന്നും പറയാത്ത അനന്തു? ഞാനിപ്പോൾ എന്ത് പറയാനാ, എനിക്കിപ്പോൾ പ്രേമിക്കാനൊന്നും വലിയ മൂടൊന്നുമില്ല. അനന്ത് പതിയെ ദീർഘനിശ്വാസം എടുത്ത് വിട്ടു. സ്നേഹയും രാഹുലും കിളികളുടെ കണപ്പെടുപ്പിൽ വ്യാപൃതരായി. സമയം കഴിഞ്ഞതും അവർ ക്ലാസ്സിലേക്ക് പോയി. ഏറ്റവും പുറകിലത്തെ ബെഞ്ചിലാണ് മൂവർ സംഘം ഇരിക്കുന്നത്.
മുൻപിലിരിക്കുന്ന അശ്വതിയുമായി കത്തി അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലാംഗ്വേജ് പഠിപ്പിക്കാൻ അധ്യാപക കയറി വന്നത്. ഏതോ ഒരു ഭാഗം പഠിപ്പിച്ച ശേഷം ബെഞ്ച് വൈസ് ഒരു ഗ്രൂപ്പ് വർക്ക് കൊടുത്ത് അധ്യാപിക പുറത്തേക്ക് പോയി. തേനീച്ച കൂടി ഇളകിയ പോലെ ക്ലാസ് അലങ്കോലമായി. എല്ലാവരും വിഷയം പറയുന്ന തിരക്കിലും. ഈ സമയത്താണ് അനന്തുവിൻ്റെ കണ്ണുകൾ കൂടുതൽ അവളിലേക്ക് പോയത്. സംയമനം വീണ്ടെടുത്ത് അവൻ സ്നേഹയോട് സംസാരിക്കാൻ തുടങ്ങിയതും ഉച്ചഭക്ഷണത്തിനുള്ള ബ്രേക്ക് ടൈം ആയതും ഒരുമിച്ചായിരുന്നു. തൽക്കാലം മനസ്സിൽ വന്ന ദുർചിന്തകളെ ഒരു മൂലയിലേക്ക് എറിഞ്ഞ് അവൻ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം ആസ്വദിച്ചു കഴിച്ചു. അതിനുശേഷം ഗ്രൗണ്ടിലൂടെ മൂവസംഘം ചുറ്റിയടിച്ചു. ബ്രേക്ക് കഴിഞ്ഞതും അവർ ക്ലാസ്സിലേക്ക് ഓടി വന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് അസൈൻമെൻറ്റ് അവതരണ സെഷൻ. ക്ലാസ്സിലെ കുട്ടികൾ 5 ഗ്രൂപ്പിലായി തരം തിരിഞ്ഞു. സ്നേഹയും അനന്തവും ഒരേ ഗ്രൂപ്പിലും. നിർഭാഗ്യവശാൽ രാഹുൽ മറ്റൊരു ഗ്രൂപ്പിലാണ് ഉൾപ്പെട്ടത്. അധ്യാപകരുടെ സാന്നിധ്യത്തിൽ അസൈൻമെൻറ്റ് അവതരണം തുടങ്ങി. അസൈൻമെൻറ്റ് അവതരണവും ചോദ്യോത്തരവേളകളും തകൃതിയായി നടന്നു. ഇതിനിടയ്ക്ക് അനന്തവും സ്നേഹയും മുഖാമുഖം ഇരുന്ന് കണ്ണുകൾ കൊണ്ട് അഭ്യാസം നടത്തി. എന്താ ചക്ക? സ്നേഹ കണ്ണുകൾ കൂർപ്പിച്ച് അവനെ നോക്കി. ഏയ് ഒന്നുമില്ല. സെഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അനന്തു ഇന്ദു ചേച്ചിയെക്കുറിച്ച് ഒന്ന് ഓർത്തത്. അപ്പോൾ തന്നെ അവന് വല്ലാത്തൊരു സന്തോഷമുണ്ടായി. വൈകുന്നേരം വീട്ടിലേക്ക് വിളിപ്പിച്ചത് കമ്പ്യൂട്ടർ ശരിയാക്കാനല്ലെന്ന് അനന്തുവിന് ഏകദേശം ഊഹം തോന്നി. വല്ലാത്തൊരു അനുഭൂതി അവനെ പൊതിഞ്ഞു. പെട്ടെന്ന് ഇന്നലെ അച്ചാച്ചൻ്റെ മുറിയിൽ നിന്ന് സംഭവ വികാസങ്ങൾ അവൻ്റെ ബോധമണ്ഡലത്തിലേക്ക് വന്നു. വശീകരണ മന്ത്രം സത്യമാണോ മിഥ്യയാണോ എന്ന് അവനൊരു നിമിഷം ശങ്കിച്ചു. എന്നാൽ രാവിലെ ഇന്ദു ചേച്ചിയിൽ നിന്നും വീണ്ടും ആ സുഗന്ധം പകരാൻ തുടങ്ങിയത് ഓർത്തപ്പോൾ അവനിൽ നേരത്തെ ഒരു ആശങ്ക ഉടലെടുത്തു. ഓരോന്നാലോചിച്ച് അവസാനം കാട് കയറിയപ്പോൾ ചിന്തകൾക്ക് വിരാമമിട്ട് അവൻ കൈകൊണ്ട് മുഖം അമർത്തി തുടച്ചു. പതിയെ മുന്നോട്ട് നോക്കിയപ്പോൾ അവിടെ കൂട്ടുകാരുടെ കത്തിയടിക്കുന്ന സ്നേഹ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടെന്ന് അവന് ആ വശീകരണ മന്ത്രം ഒന്നുകൂടി ഉപയോഗിച്ച് നോക്കണമെന്ന് തോന്നി. അതിനെ പറ്റിയ ആൾ സ്നേഹ തന്നെയാണെന്ന് അവൻ നിശ്ചയിച്ചു. സ്നേഹയ്ക്കൊരിക്കലും ഇതുവരെ തന്നോട് ഒരു താല്പര്യം തോന്നിയിട്ടില്ല. എന്നാൽ മന്ത്രം ഉപയോഗിച്ചു കഴിഞ്ഞാൽ സ്നേഹിക്കും മാറ്റമൊന്നുമില്ലെങ്കിൽ മന്ത്രം ഉടായ്പ തന്നെയെന്നാവുമെന്ന് അവൻ മനസ്സിൽ കണക്കുകൂട്ടി. പതിയെ അവൻ നേരെ ഇരുന്ന് ശ്വാസം വലിച്ചെടുത്ത് സ്നേഹയ്ക്ക് നേരെ വിരൽ തോണ്ടി. അവളവനെ എന്തോ ഒരു അർത്ഥത്തിൽ നോക്കി. ഈ സമയം സ്നേഹയുടെ കണ്ണിലേക്ക് നോക്കി അനന്തു വശീകരണ മന്ത്രം ഉരവിട്ടു. പെട്ടെന്ന് തന്നെ അവിടെ ആകെ ആ സുഗന്ധം പരക്കുന്നതായി അനന്തുവിന് മനസ്സിലായി. നെട്ടലോടെ അവൻ അവളുടെ കണ്ണിലേക്ക് തന്നെ ഉറ്റുനോക്കി. സ്നേഹയുടെ കണ്ണുകൾ പതിയെ വികസിച്ചു വന്നു. പുരികങ്ങൾ വിടർന്നു വന്ന് മുഖത്തെ സൗഹൃദ മനോഭാവം മാറി പ്രണയത്തിൻ്റെ മറ്റു പല ചിന്തകളും പൊട്ടിവിടരുന്നത് അനന്തു അത്ഭുതത്തോടെ നോക്കി നിന്നു. എന്നുമില്ലാത്ത ഒരു പ്രത്യേക പുഞ്ചിരി അവൾ അവന് നേരെ സമ്മാനിച്ചു. ഇതൊക്കെ കണ്ട് അനന്ത് കിളിപോയ അവസ്ഥയിലായിരുന്നു. മുൻപിൽ നടക്കുന്നത് വിശ്വസിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ അവൻ ബുദ്ധിമുട്ടി. എന്നാലും അനന്തു അവളെ നോക്കി പുഞ്ചിരിച്ചു. ആദ്യമായിട്ട് അനന്തുവിന് ഇങ്ങനൊരു ആഗ്രഹം തോന്നിയതിൽ സ്നേഹ അത്ഭുതപ്പെട്ടു. പ്രണയവും നാണവും മറ്റു പല ആഗ്രഹങ്ങളും കൂടി ചേർന്ന് വല്ലാത്തൊരു ഭാവം അവൾ നിറഞ്ഞു നിന്നു. അവനോട് വല്ലാത്തൊരു ഭ്രാന്ത് അവൾക്ക് തോന്നി. അനന്തുവിൻ്റെ നെഞ്ചിൽ ചായാനും അവൻ്റെ ഓരോ സ്പർശനത്തിനും അവൾ വല്ലാതെ ദാഹിച്ചു. തൻ്റെ ഇഷ്ടം അറിയിക്കാൻ അവൾ പേന വായിലിട്ട് പല്ലുകൊണ്ട് കടിച്ചുകൊണ്ടിരുന്നു. വല്ലാത്തൊരു ഭാവമായിരുന്നു അപ്പോൾ അവളുടെ മുഖത്ത് അനന്തു കണ്ടത്. അനന്തു സമീപനം വീണ്ടെടുത്ത് അടങ്ങിയിരിക്കാൻ ശ്രമിച്ചെങ്കിലും അവനതിന് പറ്റിയില്ല. അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്ത് പോയി പറഞ്ഞു, നീയൊന്ന് പുറത്തേക്ക് വാ. അധ്യാപികയുടെ അനുവാദത്തോടെ അവർ പുറത്തേക്കിറങ്ങി. വെളിയിലെത്തിയതും അനന്ത് സ്നേഹയുടെ കയ്യിൽ പിടിച്ച് കെട്ടിടത്തിൻ്റെ പുറകിലുള്ള ഒരു മോട്ടോർ പുരയിലേക്ക് അവളുടെ കൈയും പിടിച്ചോടി. എന്താ അനന്തൂട്ട? മോട്ടോർ പുരയുടെ മുന്നിൽ നിന്നും കിതപ്പോടെ സ്നേഹ അവനോട് ചോദിച്ചു. അതൊക്കെ ഉണ്ടടി, വാ. ചുറ്റുപാടും ഒന്ന് വീക്ഷിച്ച് അനന്തു സ്നേഹയുടെ കൈ പിടിച്ച് മോട്ടോർ പുരയിലേക്ക് കയറി. വാതിൽ ചാരി നിന്ന് അനന്തു അവളെ നോക്കി. എന്താ ചെക്ക നിന്റെ ഉദ്ദേശം? സ്നേഹ ചോദിച്ചു. ഉദ്ദേശമല്ല പെണ്ണെ, ദുരുദ്ദേശം. അതും പറഞ്ഞ് അനന്ത് ഓരോന്ന് ചെയ്യാൻ ആരംഭിച്ചു. പെട്ടെന്ന് മോട്ടോർ പുഴയുടെ പുറത്തുനിന്ന് ശബ്ദം കേട്ടതും അനന്തും സ്നേഹയും നെട്ടിപ്പിരിഞ്ഞ് മാറി. അനന്തു ദേഷ്യത്തോടെ വാതിലിനടുത്തൂടി ഒളിഞ്ഞു നോക്കി.
ഒരു പെണ്ണുമാണും അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സ്നേഹ ഈ സമയം ടെൻഷനടിച്ച് നഖം കടിക്കാൻ തുടങ്ങി. പേടിക്കേണ്ട പെണ്ണെ, കുഴപ്പമില്ല, അനന്തു അവളെ നോക്കി പറഞ്ഞു. പതിയെ വാതിൽ തുറന്ന് അവർ പുറത്തേക്കിറങ്ങി. സ്നേഹ അനന്തവും പമ്മി പമ്മി നടന്ന് പുറത്തേക്കിറങ്ങി. ആശ്വാസത്തോടെ അവർ ക്ലാസ്സിലേക്ക് വെച്ച് പിടിച്ചു. എവിടെ പോയെന്ന് രാഹുൽ ചോദിച്ചെങ്കിലും ഒന്നും പറയാതെ അവർ ഒഴിഞ്ഞു മാറി. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് മൂവർ സംഘം പുറത്തേക്കിറങ്ങി. സ്നേഹയുടെ അച്ഛൻ കാറ് കൊണ്ടുവന്നതും അനന്തുവിനെ നോക്കി കണ്ണുകൾ കൊണ്ട് അവൾ പോകാനുള്ള മൗനാനുവാദം ചോദിച്ചു. അനന്തു സമ്മതത്തോടെ തലയാട്ടി. രാഹുലെ, പോട്ടേടാ. ആടി, നാളെ കാണാം. രാഹുൽ അവളെ നോക്കി കൈവീശി. രണ്ടുപേരെയും കൈവീശി കാണിച്ച് അവൾ കാറിൽ കയറി യാത്രയായി. സ്നേഹയുമായുള്ള ഓർമ്മകൾ അയവിറക്കി അനന്ത് നിന്നു. മച്ചാനെ, പോകാടാ. രാഹുൽ അവിടെ നിന്ന് തിടുക്കം കാണിച്ചു. ആടാ, ഇപ്പോൾ പോകാം. രാഹുലിൻ്റെ തോളിൽ കൈയിട്ട് അനന്ത് നടന്നു. പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തി ബൈക്ക് സ്റ്റാർട്ടാക്കി രാഹുലിനെ പുറകിൽ കയറ്റി നേരെ മുന്നോട്ട് കുതിച്ചു. കോളേജിൻ്റെ പ്രവേശന കവാടം കടന്ന് അനന്ത് വീണ്ടും വണ്ടി പറപ്പിച്ചു വിട്ടു. രാഹുലിനെ ബസ് സ്റ്റാൻഡിലിറക്കി അനന്തുവിൻ്റെ അനിയത്തി ശിവ അവൻ്റെ പുറകിൽ വലിഞ്ഞു കയറി. ഡാ മരമാക്രി, പോകാം. ഓ ശരി ഈനാമ്പേച്ചി. ശിവ അവൻ്റെ തോളിൽ ഒരു നുള്ളു വെച്ച് കൊടുത്തു. അനന്ത് ചിരിച്ചുകൊണ്ട് ആക്സിലേറ്റർ തിരിച്ച് ബൈക്ക് വീട്ടിലേക്ക് പറപ്പിച്ചു. ഈ സമയം അങ്ങ് കിഴക്ക് ഒരു മലയോര ഗ്രാമത്തിലെ മലയാടി വാരത്തിൽ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ, അതിൻ്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരാശ്രമവും കുറച്ച് പ്രാണശാലകളും, അവിടെ ശുചിയാകാനുള്ള പൂജാ സാധനങ്ങൾ ശേഖരിക്കുന്ന കാവ്യവസ്ത്രധാരികളായ പുരോഹിത ജ്യേഷ്ഠന്മാർ, സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയ സന്യാസ സമൂഹം, ആശ്രമത്തിലൂടെ സ്വൈരവിവാഹം നടത്തുന്ന വന്യജീവികൾ, തികച്ചും ശാന്തമായ ഒരു അന്തരീക്ഷം, ഉദ്യാനത്താൽ മനോഹരമായ ചുറ്റുപാട്, അതിൽ ഒരു പ്രാണശാലയുടെ ഉള്ളിൽ ജ്വലിക്കുന്ന ഹോമകുണ്ഡത്തിൻ്റെ മുന്നിൽ ചമ്രം മടിഞ്ഞിരിക്കുന്ന ഒരു സന്യാസിനി. അവരൽപ്പം തടിച്ച ശരീരപ്രകൃതമുള്ളവരായിരുന്നു. കാർക്കൂന്തൽ ഉച്ചിയിൽ കെട്ടി കാവ്യവസ്ത്രങ്ങൾ ധരിച്ച് ധ്യാനത്തിലിരിക്കുന്നു. കയ്യിലും കഴുത്തിലും രുദ്രാക്ഷമാലകൾ അണിഞ്ഞിരിക്കുന്നു. നെറ്റിയിൽ ചാലിച്ച ചന്ദനത്തിൻ്റെ തൃശൂലം കുങ്കുമത്താൽ ആലേഖനം ചെയ്തിരിക്കുന്നു. മുഖത്ത് വല്ലാത്തൊരു ഓജസ്സും തേജസ്സും നിറഞ്ഞു നിൽക്കുന്നു. ഹോമകുണ്ഡത്തിന് സമീപം തളികയിൽ പൂക്കളും പൂജാദ്രാവുകളും നിറച്ചു വെച്ചിരിക്കുന്നു. വിളക്കുകളും തൂക്കുവിളക്കുകളും തീനാളങ്ങളും അണയാതെ ശോഭയോടെ ജ്വലിക്കുന്നു. സന്യാസിനിക്ക് സമീപം ഒരു പുരോഹിതൻ തൊഴുകൈയോടെ നിൽക്കുന്നു. ധ്യാനത്തിൽ നിന്നും നയനങ്ങൾ തുടർന്ന് ഉണർന്നവർ ഹോമകുണ്ഡത്തിന് ചാരയുള്ള ഓട്ടുപുരയിലേക്ക് മിഴികൾ പായിച്ചു. അവിടെ ആ ഇരുളിൽ ചന്ദന നിറത്താൽ ജലം നിറഞ്ഞു കിടക്കുന്നു. സന്യാസി അതിലേക്ക് ഉറ്റുനോക്കിയപ്പോൾ ഓട്ടുരുളിയിൽ ഒരു നിഴൽ പോലെ ഒരു യുവാവിൻ്റെയും കന്യകയുടെയും ദൃശ്യം അനുഭവപ്പെട്ടു. ഒരിടുങ്ങിയ മുറിയിൽ വെച്ച് ചുംബിക്കുന്ന യുവാവും കന്യകയും. അത് കണ്ടപ്പോഴേക്കും നനത്തൊരു പുഞ്ചിരിയോടെ ആ സന്യാസിനെ ആ ഓട്ടുരുളിയിൽ കൈവച്ച് ആ ദൃശ്യങ്ങൾ ഓളത്തിനനുസരിച്ച് മായ്ക്കാൻ തുടങ്ങി. അതിനനുസരിച്ച് അത് അവ്യക്തമാക്കാൻ തുടങ്ങി. പതിയെ അത് മങ്ങി മങ്ങി പഴയ അവസ്ഥയിലേക്ക് മാറി. ഇത് കണ്ട സന്യാസി ശ്രേഷ്ഠൻ തൊഴുകൈയോടെ അവരെ വണങ്ങി. സ്വാമിനി, ആ മന്ത്രം ആ യുവാവ് പ്രാപ്തമാക്കി അല്ലേ? അതേ ശിഷ്യ, അയാൾ അത് സ്വയാക്തമാക്കി. സ്വാമിനി, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? അതിൻ്റെ പരിണിതഫലം അയാൾ നേരിട്ടേ മതിയാവൂ ശിഷ്യ. ഏറ്റവും അവസാനമായിരിക്കും ആ പ്രതിസന്ധിയെ അയാൾ നേരിടുക. അയാളെ തേടി ആ പ്രതിരോധി എത്തും. ഒരുപക്ഷെ അവൻ മരണപ്പെട്ടേക്കാം, അല്ലെങ്കിൽ അതിജീവിച്ചേക്കാം. എല്ലാം ജഗദീശ്വരൻ്റെ കയ്യിൽ. ഹേയ് അനന്തകൃഷ്ണ, നീ എന്നെ തേടി വരും. ഈ മായാമോഹിനിയെ തേടി വരും. നിന്റെ നിയോഗത്തിലേക്കുള്ള ആദ്യ ചുവട് എന്നിൽ നിന്നുമായിരിക്കും. അതിന് നീ എന്നെ കണ്ടെത്തിയേ തീരൂ. നാം കാത്തിരിക്കുന്നു നിന്റെ ആഗമനത്തിനായി. ആർത്തട്ടഹസിച്ചുകൊണ്ട് സ്വാമിനി സാവധാനം മിഴികൾ പൂട്ടി. സന്യാസി ശ്രേഷ്ഠൻ അവരെ നോക്കി കൈകൾ കൂപ്പി വണങ്ങി. വീട്ടിലേക്ക് ബൈക്ക് കയറ്റി വെച്ച് ഓഫ് ചെയ്ത് അനന്തും ശിവയും ചാടിയിറങ്ങി. അപ്പോഴത്തേക്കും മാലതി അവിടേക്ക് വന്നെത്തി. ആഹാ, മക്കൾ വന്നോ? പിന്നല്ലാതെ, ടീച്ചറമ്മ നേരത്തെ വന്നു. ശിവ കൊഞ്ചലോട് ചോദിച്ചു. പിന്നെ വരാതെ,
മക്കൾക്ക് ഇഷ്ടമുള്ള ഉള്ളിവട ആക്കുമായിരുന്നു. അമ്മ മാലതി ഉത്സാഹത്തോടെ പറഞ്ഞു. ആഹാ, അത് പൊളിച്ചു. എനിക്ക് ആനയെ തിന്നാനുള്ള വിശപ്പുണ്ടമ്മേ. അനന്തു വയർ തടവിക്കൊണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി. എങ്കിൽ പോയി ആനയെ തിന്നട മാക്രി. ശിവ അവനെ നോക്കി കൊഞ്ഞളും കുത്തി. മാക്രി നിന്റെ കെട്ടിയോൻ. അമ്മേ കണ്ടോ എന്നെ കെട്ടിയോനെ പറയുന്നത്? ശിവ കള്ളക്കരച്ചിൽ തുടങ്ങി. തുടങ്ങി രണ്ടും കൂടി. മടുത്തു ഞാൻ. എന്നെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുത്താനാണല്ലോ അങ്ങേര് അങ്ങ് നേരത്തെ പോയത്. ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന അനന്തുവിൻ്റെയും ശിവയുടെയും അച്ഛൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി മാലതി പറഞ്ഞു. അവർ അടുക്കളയിലേക്ക് പോയി. ശിവയും അനന്തവും ഓടി വന്ന് മാലതിയെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. മാലതി രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു. അച്ഛന് പകരം ഒരു തടിമാടനെയും ചീവീടിനെയും അമ്മയ്ക്ക് കിട്ടിയില്ലേ? അപ്പോൾ ടീച്ചറമ്മ ഹാപ്പിയല്ലേ? അനന്തു മാലതിയുടെ തോളിൽ തല ചായച്ചു. അതേടാ, അച്ഛനെനിക്ക് 2 ചുണക്കുട്ടികളെ തന്നില്ലേ? അമ്മ ഹാപ്പിയാണ് കേട്ടോ. അമ്മയുടെ ഒപ്പം ചായ കുടിച്ച് അച്ഛൻ്റെ മുറിയിലേക്ക് എഴുന്നേറ്റ് പോകാൻ നോക്കുമ്പോഴാണ് അനന്തുവിൻ്റെ ഫോൺ റിങ് ചെയ്തത്. അവൻ നോക്കിയതും പരിചയമില്ലാത്ത നമ്പറിൽ നിന്നുമായിരുന്നു ആ കോൾ. അല്പം മാറി നിന്ന് അവൻ ഫോൺ കാതോരം ചേർത്തു. ഹലോ. ഹലോ അനന്തു. മറുതരക്കിൽ പരിചിതമായ ഒരു സ്ത്രീ ശബ്ദം. ഹലോ, ആരാ? മനസ്സിലായില്ല. അനന്തു, ഇത് ഞാനാടാ, ഇന്ദു. ആ, എന്ത് ചേച്ചിയോ? എന്താ ചേച്ചി പറഞ്ഞോ? ആദ്യം ഒന്ന് നെട്ടിയെങ്കിലും സംയമനം വീണ്ടെടുത്ത് അനന്ത് ചോദിച്ചു. ഡാ, നീ വീട്ടിലെത്തിയോ? ആ, എത്തി ചേച്ചി. അനന്തു, ചേച്ചിക്ക് നിന്നെ ഒന്ന് കാണണം. ആ, ഞാൻ വരാൻ ചേച്ചി, ഇപ്പോൾ വരട്ടെ? അനന്തു ഉത്സാഹത്തോടെ ചോദിച്ചു. വേണ്ട കുട്ട, രാത്രി മതി. ചേച്ചി മെസ്സേജ് അയക്കാം, അപ്പോൾ വന്നേക്കണേ. അപ്പുറത്ത് ഇന്ദുവിൻ്റെ കള്ളച്ചിരി അവൻ കേട്ടു. ആ ശരി ചേച്ചി, ബൈ. ബൈഡാ. അനന്തു കോള് കട്ട് ചെയ്തു. അവനാകെ ത്രില്ലടിച്ച് നിൽക്കായിരുന്നു. എന്ന് സ്നേഹമായുള്ള ഓർമ്മകൾ തന്നെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിലും എന്ത് ചേച്ചിയെ കണ്ടപ്പോൾ മറ്റെല്ലാം താൻ മറന്നു. ചെറുപ്പം മുതലേ സ്വപ്നം കണ്ടിട്ടുള്ളത് ഒരാളെ മാത്രമാണ്, എന്ത് ചേച്ചിയെ. ചേച്ചിയുടെ ശബ്ദത്തിന് പോലും തന്നെ കീഴ്പ്പെടുത്താനുള്ള കഴിവുണ്ടെന്ന് അവൻ ഓർത്തു. ചേച്ചിയെ കാണാൻ ഇന്ന് രാത്രി വരെ കാത്തിരിപ്പുള്ളെന്നോർത്തപ്പോൾ തന്നെ അവന് ത്രില്ലടിച്ചു. അവസാനം അവൻ അച്ചാച്ചൻ്റെ മുറിയിലേക്ക് നടന്നെത്തി. വാതിൽ തുറന്ന് ഉള്ളിൽ കയറി ലോക്ക് ചെയ്ത് അവൻ സ്റ്റോളിൽ കയറി ആ പെട്ടി വലിച്ചെടുത്തു. അതുമായി കട്ടിലിരുന്ന് അവൻ കൗതുകത്തോടെ ആ പെട്ടിയിൽ തഴുകി. പതുക്കെ അനന്തക്കാരം ആ വൃത്തത്തിനുള്ളിൽ വെച്ച് അമർത്തി. അല്പസമയത്തിനകം പെട്ടി 2ആയി വിഭജിച്ചു മാറി. അവൻ ആവേശത്തോടെ അത് വലിച്ചു തുറന്നു. വീണ്ടും അവിടെ അതേ സുഗന്ധം പറക്കാൻ തുടങ്ങി. അനന്തു ആ മണം ആസ്വദിച്ച് മണത്തു. അവനെ അത് വല്ലാതെ മത്തു പിടിപ്പിച്ചു. പതിയെ അവൻ ചെമ്പട്ടിൽ പൊതിഞ്ഞ താളിയോലകൾ കയ്യിലെടുത്തു. പട്ടു വകഞ്ഞു മാറ്റി താളിയോലക്കെട്ട് അവൻ കയ്യിലെടുത്തു. സന്തോഷം തുടിക്കുന്ന മനസ്സോടെ അവൻ ആ താളിയോലക്കെട്ടിനെ 2 കണ്ണുകളിലും മുട്ടിച്ചു വണങ്ങി. ശരീരത്തിൽ ആകെ ഒരു തരിപ്പ് ഉന്മേഷവും ആവേശവും നിറയുന്നതായി അനന്തുവിന് തോന്നി. ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷേ എല്ലാത്തിനും കാതലായി പ്രകൃതി ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം എന്ന് ഞാൻ ഈ താളിയോലക്കെട്ടുകളെ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇത് സത്യമാണ്. പരമ്പരാഗതമായി എനിക്ക് കിട്ടിയ അമൂല്യ നിധിയാണിത്. ഒരിക്കലും ഞാനിത് കൈവിടില്ല. അനന്തു ആഹ്ലാദത്തോടെ പിറുപിറുത്തു. സൂക്ഷ്മതയോടെ അവൻ അത് തിരികെ ചെമ്പട്ടിൽ പൊതിഞ്ഞ് കെട്ടിവെച്ച് പെട്ടിയിൽ ഭദ്രമായി വെച്ചു. പെട്ടി അടച്ച് പഴയതുപോലെ തിരികെ വെച്ചു. തിരികെ അടുക്കളയിലേക്ക് വന്ന് അമ്മയുടെ അനിയത്തിയോടും കത്തി വെച്ചുകൊണ്ടിരുന്നു. എത്രയും പെട്ടെന്ന് രാത്രിയാവാൻ അവന് ധൃതിയായി. കിടന്നും ഉറങ്ങിയും അനന്തു സമയം തള്ളി നീക്കി. രാത്രി ഭക്ഷണത്തിന് ശേഷം അമ്മയും അനിയത്തിയും കിടന്നെന്ന് ഉറപ്പ് വരുത്തി അവൻ ഇന്ദുവിൻ്റെ മെസ്സേജിന് വേണ്ടി കാത്തിരുന്നു. അർദ്ധരാത്രിയുടെ അടുത്ത സമയം ഉറക്കം തൂങ്ങി അനന്തുവിൻ്റെ മിഴികൾ പതിയെ അടയാൻ തുടങ്ങി. ട്രിങ് ട്രിങ്. അനന്തുവിൻ്റെ ഫോൺ പെട്ടെന്ന് ശബ്ദിച്ചു. ഉറക്കപ്പിച്ചിൽ നിന്നും അനന്തു ഞെട്ടി എഴുന്നേറ്റു. അവൻ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് ഫോൺ തുറന്നു നോക്കി. അതിൽ ഇന്ദുവിൻ്റെ ഒരു മെസ്സേജ് വന്നിരിക്കുന്നു. അവൻ ഉത്സാഹത്തോടെ അത് തുറന്നു നോക്കി. അനന്തു, ടെറസിലേക്ക് വാടാ. മെസ്സേജ് വായിച്ചതും അവന് കുളിരി കോരി.
കാത്തിരുന്ന സ്വപ്നം സഫലമാകാൻ പോകുന്നതായി അവൻ്റെ മനസ്സ് മന്ത്രിച്ചു. ഉറക്കപ്പിച്ചിൽ മാറാൻ പെട്ടെന്ന് എഴുന്നേറ്റ് അനന്ത് മുഖം കഴുകി ടവൽ കൊണ്ട് മുഖം തോർത്തി ഒരു ടീഷർട്ടും ഷോർട്ട്സും വലിച്ചു കയറ്റി അവൻ പമ്മി പമ്മി അടുക്കള ലക്ഷ്യമാക്കി നടന്നു. അടുക്കള വാതിൽ ശബ്ദമുണ്ടാക്കാതെ പതിയെ തുറന്ന് അവൻ പുറത്തേക്കിറങ്ങി വാതിൽ ചാരി. ഇരുട്ടുപറ്റി വീടിൻ്റെ പിന്നാമ്പറത്തിലൂടെ ഇന്ദുവിൻ്റെ വീട് ലക്ഷ്യമാക്കി അവൻ നടന്നു. വെളുത്ത വാവായതിനാൽ പൂർണ്ണചന്ദ്രൻ അവനായി നിലാവ് പൊഴിച്ച് അവന് വഴി തെളിച്ചു. മൂങ്ങയുടെ കുറുകലും ചീവീടുകളുടെ ശബ്ദവും അവഗണിച്ച് അവൻ ഇന്ദുവിൻ്റെ വീടിന് സമീപത്തെ മതിലിനരികെ വന്നു നിന്നു. ചുറ്റുപാടും ഒന്ന് നോക്കി അവൻ കൈകുത്തി മതിലിൽ വലിഞ്ഞു കയറി. മതിലിൽ നിന്നും താഴേക്കെടുത്ത് ചാടി സാവധാനം ഇന്ദുവിൻ്റെ വീടിന് പുറത്തേക്ക് പോയി അവിടെയുള്ള കോണിപ്പടി വഴി മുകളിലേക്ക് കയറാൻ തുടങ്ങി. പാതിരാത്രി ഇത്തരമൊരു സാഹസിക യാത്ര നടത്തുന്നതിൽ അവന് സ്വയം അഭിമാനം തോന്നി. കോടിപ്പണി കയറി അനന്തു ടെറസിൻ്റെ കുറച്ച് ഇരുട്ടുള്ള ഭാഗത്തേക്ക് ഒതുങ്ങി നിന്നു. കിതപ്പൊടുങ്ങിയ ശേഷം അവൻ ഫോണെടുത്ത് ഇന്ദുവിന് മെസ്സേജ് അയച്ചു. അല്പസമയത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ദു ടെറസിലേക്കുള്ള വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. അനന്തു ഇരുട്ട് നിറഞ്ഞ ഭാഗത്ത് നിന്ന് പതുക്കെ മുന്നോട്ട് നടന്നു. അനന്തുവിനെ കണ്ടതും ഇന്ദു അവനെ നോക്കി പുഞ്ചിരിച്ചു. അനന്തു നിലാവത്ത് തിളങ്ങി നിൽക്കുന്ന ഇന്ദുവിൻ്റെ സൗന്ദര്യത്തിൽ നോക്കി നിന്നുപോയി. പെട്ടെന്ന് പഴയ സുഗന്ധം അവിടെ അലയടിക്കുന്നതായി അനന്തുവിന് തോന്നി. സമീപനമെടുത്ത് ഇന്ദു ഓടി വന്ന് അനന്തുവിൻ്റെ കയ്യിൽ പിടിച്ച് അവിടെ ഒരു മുറിയിലേക്ക് നടന്നു. ചാക്കുകെട്ടുകളും മരപ്പലകളും പെറുക്കി വെച്ചൊരു സ്ഥലത്ത് അവർ നിന്നു. ഇന്ദുവും അനന്തുവും പരസ്പരം മുഖാമുഖം നോക്കി നിന്നു.